സുനിൽ ഐസക് വീണ്ടും ചേരുന്നുണ്ട്. സുനിൽ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ, ഈ മണ്ണ് മാറ്റുക അത് എളുപ്പമല്ല. 4 ദിവസമായി മാറ്റിയിട്ട് പോലും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇടിഞ്ഞ സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റുന്നത് എത്രത്തോളം ദുഷ്കരമാണ്? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. ദിവ്യ പറഞ്ഞതുപോലെ തന്നെ വലിയ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വലിയ വലിയ കൂറ്റൻ പാറകൾ, മരങ്ങൾ, മണ്ണ് തുടങ്ങിയവയൊക്കെയാണ് ഇവിടേക്ക് വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. അത് മാറ്റുക എന്നത് തന്നെ വലിയ ദുഷ്കരമായ കാര്യമാണ്. ഒരുപക്ഷെ ഈ ഇപ്പൊ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ JCB ഉപയോഗിച്ച് മാറ്റാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രമേൽ വലിയ പാറയും അത്ര വലിയ മരങ്ങളും ഒക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അത് മാറ്റി വേണം ഈ മണ്ണിനടിയിലെ ജീവനിലേക്ക് എത്താനുള്ളത് എന്നതാണ് ഈ രക്ഷാ ദൗത്യത്തെ അവരുടെ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ആ ജീവനിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. സ്ഥലം MLA അടക്കമുള്ള ആളുകൾ ഈ രക്ഷാ ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സ്ഥലത്തുണ്ട്. സ്ഥലം SP അടക്കമുള്ള കാർവാർ SP അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തുണ്ട്. അവരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ദൗത്യം വളരെ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ്. പക്ഷെ ഇന്ന് കുറെ കൂടി അനുകൂലമായ സാഹചര്യമുണ്ട്. ആ അനുകൂലമായ സാഹചര്യങ്ങൾ ആ ജീവനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഫലപ്രദമാകും, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിലുള്ള ആളുകൾ പോലും പങ്കുവെക്കുന്നത്. അവരുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഈ ലോറിയിലേക്ക് എത്താൻ കഴിയും. ഈ റഡാർ നൽകിയ സിഗ്നലുകൾ കൃത്യമാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഈ മെറ്റൽ ലോറിയുടേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ പൂർണ്ണമായും കഴിയുന്നുണ്ടെങ്കിൽ ആ ലോറിയിലേക്ക് 2-3 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. അതിനു വേണ്ടുന്ന ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി സുനിൽ, ഈ റഡാർ പരിശോധന വലിയ പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ നിന്നൊരു സിഗ്നൽ ലഭിച്ചാൽ ഉടൻ തന്നെ ആ ഭാഗത്ത് മണ്ണ് മാറ്റി പരിശോധിക്കാം എന്നുള്ള ആലോചനയിലേക്കാണ് ഈ പ്രവർത്തകർ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തകരുടെ അത്തരത്തിലുള്ള പദ്ധതികളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. റഡാറിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. പോസിറ്റീവായൊരു സിഗ്നൽ കിട്ടിയാൽ ഉടൻ തന്നെ ആ ഭാഗത്ത് മണ്ണ് മാറ്റി ലോറി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിന് അനുസരിച്ച് സുനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ അനുകൂലമാണ്. വലിയ തരത്തിലുള്ള വെള്ളമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉച്ചയോടെ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആകും. മണ്ണ് മാറ്റി അർജുനെ പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.